കണ്ണൂരിൽ CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. അതിൽ ഒരു പ്രധാന കാരണം വിമതരുടെ സാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ വിമതരെ ജയിപ്പിച്ചത് കണ്ണൂരിലെ CPMകാർ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന കുറച്ച് വിവരങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ കിയാൽ, അതായത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. ആ കിയാലിലെ അഴിമതിയും തട്ടിപ്പും ക്രമക്കേടും. ഈ ഒരു വിമാനത്താവളം ഉണ്ടാക്കിയത് പോലും CPM നേതാക്കന്മാരും അവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയാണെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. കാരണം നിയമനങ്ങൾ മുഴുവൻ അവർക്ക് കൊടുത്തു. സ്ഥലമേറ്റെടുത്തതിൽ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. വിമാനത്താവളത്തിന് സ്ഥലമേറ്റെടുത്തതിൽ പോലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. ഈ പറഞ്ഞ നിരവധി ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഈ നിയമനം നടത്തിയത്. ടീച്ചറമ്മയുടെ മകൻ ആർക്കൊക്കെയാണെന്ന് അവിടെ ജോലി കൊടുത്തെന്നൊക്കെ പറഞ്ഞ് പണ്ട് വലിയ വിവാദം ഉണ്ട്. അത് പടം ഉണ്ടോ, അതിനേക്കാൾ ഉയർന്ന വേറെ വല്ല പദവിയിലേക്കും പോയോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരുപാട് പേരുടെ മക്കൾക്ക് അവിടെ ജോലി കൊടുത്തിരുന്നു. ഈ മട്ടന്നൂർ ആണല്ലോ ഇത്, മട്ടന്നൂർ മൂർഖൻ പറമ്പ്, അങ്ങനെയാണ് മൂർഖൻ പറമ്പ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കണ്ണൂർ എയർപോർട്ട് പിണറായിയുടെ ഒരു സ്വകാര്യ സ്വത്ത് പോലായി ഏറ്റവും നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണ്. അറിയാമല്ലോ കണ്ണൂർ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ഓഹരി ഉടമകൾ അവസാനം രംഗത്തിറങ്ങി. പിണറായി വിജയനുള്ളപ്പോൾ ഇറങ്ങത്തില്ല, പേടിയായിരുന്നു. ഇപ്പോൾ അവർ രംഗത്തിറങ്ങി. അവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടു, VD സതീശനെ കണ്ടു. ഈ കിയാൽ ഓഹരി ഉടമകൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് അവർ വ്യക്തമായിട്ട് അക്കമിട്ട് നിരത്തി തട്ടിപ്പുകളുടെ ഒരു പട്ടിക തന്നെ അദ്ദേഹത്തിന്. ഒരു വിമാനത്താവളം നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം കച്ചവടം നടക്കുന്നുള്ളതിൻ്റെ പേരും പറഞ്ഞു. അതിൻ്റെ ഓരോ മേഖലയിലും നടന്ന തട്ടിപ്പുകൾ. അപ്പം കഴിഞ്ഞ ദിവസം ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം TK ഗോവിന്ദൻ, തളിപ്പറമ്പ് MLA അതിനെക്കുറിച്ച് കൃത്യമായി നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതായത് നിലവിലുള്ള MD യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ്. അയാളെ ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും കാലാവധി അയാൾക്ക് നീട്ടിക്കൊടുത്തു. അപ്പോൾ അതുപോലെ അവിടുത്തെ കാർഗോയുടെ മൂവ്മെൻറ്റ്സിനുള്ള ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത്, കരാർ കൊടുത്തിരിക്കുന്നത്, ഒരുപാട് വിഷയങ്ങൾ അവിടെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ CPM ഇടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. മാത്രമല്ല രസകരമായ കാര്യം, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുമ്പോൾ ആർക്കും മിണ്ടാൻ പാടില്ലായിരുന്നു എന്നാണ്. പിണറായി ഒറ്റയാൾ, പിണറായി മാത്രം, അത്രേ ഉള്ളൂ, ഒരാളും മിണ്ടുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. മട്ടന്നൂർ ഏരിയ കമ്മിറ്റി, മട്ടന്നൂരിലാണ് ഈ വിമാനത്താവളം. മട്ടന്നൂർ CPM ഏരിയ കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയൊക്കെ നടന്നു, വലിയ പ്രശ്നമാക്കി. പക്ഷേ അവർക്ക് ആർക്കും ഇതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചു വോട്ട് ചെയ്തു. പിണറായി വിജയൻ എന്ന ഒറ്റയാളാണ് ഇതിന്റെ മുഴുവൻ. KV സുമേഷിന് പോലെ ഇത്തവണ വോട്ട് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ നിസ്സാര വോട്ടാണ് അദ്ദേഹം ജയിച്ചത്. അതെ, മട്ടന്നൂർ പോലെ സ്ഥലത്ത്. ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് അവിടെ ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇത് എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ ഭരണകാലത്ത് KMRL നിന്ന് കൈക്കൂലി വാങ്ങാൻ എക്സാലോജിക് ഉണ്ടാക്കിയില്ലേ, അതേപോലെ ഈ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വലിയ കൈക്കൂലിയും എക്സാലോജിക് മോഡൽ അഴിമതിയും നടന്നുവെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി പോലെ ഇവർ പല കടലാസ് കമ്പനികളും തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങോട്ട് പോയി കാണുമായിരിക്കും, നമ്മളാരും അറിയാത്തതാണ്. അതാണ് അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. ഇവർ കൊടുത്തിരിക്കുന്ന കമ്പനികൾ ഒക്കെ തന്നെ ഇവരുടെയൊക്കെ തന്നെ പലരുടെയും ബിനാമികളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഈ എയർപോർട്ട് സ്വകാര്യ മേഖലയിലല്ലേ? സ്വകാര്യ മേഖലയിലും രണ്ടും കൂടെ ആണെന്നോ? അപ്പോൾ ഇതിനകത്ത് വിജിലൻസിന് ഇടപെടുന്നതിനെ സംബന്ധിച്ച് എത്രത്തോളം ഇതുണ്ടാകുമെന്ന് അറിയില്ല. എന്താണ് സ്വകാര്യ അല്ല വിമാനത്താവളം, സർക്കാരിൻ്റെ തന്നെ പൊതുമേഖലയാണോ എന്നൊരു സംശയമുണ്ട്. പൊതുമേഖല സ്ഥാപനമാണോ എന്നുള്ളത് തീർത്തും സ്വകാര്യമല്ല. സിയാൽ പോലെയാണെന്ന് തോന്നുന്നത്. ഈ രണ്ട് പങ്കാളിത്തം കൂടെ ഉള്ളതായിരിക്കും. സാധാരണ എയർപോർട്ടുകളുടെ തലപ്പത്ത് MD ആയിട്ട് വരുന്ന മിക്കവാറും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. ഒന്ന് IAS കാരോ IPS. സിയാൽ തന്നെ VJ കുര്യനെ പോലുള്ള വളരെ പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥന്മാരല്ലേ ഇരുന്നത്. ഇവരുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നാലും അവർ ഏത് അസുഖം വന്നാലും കാളൻ നെല്ലായി എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്യമുണ്ട്. അത് മറ്റു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി എന്ന് പറഞ്ഞൊരു പരസ്യമുണ്ട്. ഇത് ഞാനൊരു ദിവസം ഞങ്ങൾ കൊച്ചിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. ഞങ്ങൾ സഞ്ചരിക്കുന്ന ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ എന്നോട് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഞങ്ങളുടെ വാഹനത്തിൽ കൈ കാണിച്ചു. ഇത് തിരക്കുള്ള സമയം. അപ്പോൾ ഞങ്ങൾ വാഹനം അങ്ങോട്ട് സ്ലോ ചെയ്തപ്പോൾ എന്നെ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് വിട്ടേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിൽ കയറി. അപ്പോൾ ബാക്കിൽ കയറിയിട്ട് അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു എവിടെ പോവാണ്, എന്താണ്? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സാറ് ആരാണ്? എൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾ കാളൻ നെല്ലായി എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അതിനൊരു പരസ്യവാചകം ഉണ്ടല്ലോ. അതാ പുള്ളി പറഞ്ഞു ഈ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടു, മറ്റൊന്നും വലിക്കാതെ ഇപ്പോൾ കാളൻ നെല്ലായി എന്തായെന്ന് ചോദിച്ചപ്പോൾ അത് പല രൂപത്തിലായി പോയി. എങ്കിൽ പോലും ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചപ്പോൾ
പുള്ളി അതെന്തോ ആയുർവേദം മരുന്ന് എന്താണെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഞങ്ങൾക്ക് വലിയ രസകരമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ഇവിടെ മറ്റാരുമില്ല, നമ്മൾ ഊരാളുങ്കലിന് കൊടുക്കും. കേരളത്തിലെ മുഴുവൻ പേർക്ക് ഊരാളുങ്കൽ. ഭരണത്തിൽ ഇരിക്കുമ്പോൾ UDF ഊരാളുങ്കലിനെ എതിർത്തു, പക്ഷെ ഭരണത്തിൽ കയറിയപ്പോൾ അവരും ഊരാളുങ്കലിനെ ശരിവയ്ക്കുന്നു. മാത്രമല്ല UDF സർക്കാരാണ് ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കൽ കൊടുക്കാൻ പണ്ട് ഉപജന സർക്കാരാണ് ഉത്തരവിട്ടത്. അത് പറഞ്ഞ പോലെയാണ് ഇവിടെയും ടെൻഡർ വിളിക്കാതെ ഒരു സ്വകാര്യ ഏവിയേഷൻ കമ്പനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് 6 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് വിട്ടുകൊടുത്തു. സ്വകാര്യ മത്സരാർത്ഥ ടെൻഡർ ക്ഷണിക്കാതെ 6 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് സ്വകാര്യ ഏവിയേഷൻ കമ്പനിക്ക് അനുവദിച്ചു. 3.5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാ എയർപോർട്ടിനുണ്ടായിരിക്കുന്നത്. ആ നഷ്ടം ആർക്ക് വരുന്നു? ഓഹരി ഉടമകൾക്ക് വരുന്നു. പിണറായി വിജയൻ ഇതിനകത്ത് ഓഹരി ഇല്ലല്ലോ, പക്ഷേ പുള്ളിക്ക് പിൻവാതിലൂടെ നേട്ടം കിട്ടുന്നത് അതാണ്. അതായത് മട്ടന്നൂർ ടൗണിൽ നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകളേക്കാൾ വളരെ കുറച്ചാണ് ഇതിൻ്റെ നിരക്ക് നിശ്ചയിച്ചത്. നഷ്ടം 3.35 കോടി രൂപയാണ് 5 വർഷം കൊണ്ട്. അതുപോലെ ചില പദ്ധതികൾ, അതായത് MRO അതുപോലെ FBO എന്നിങ്ങനെ 2 പദ്ധതി എന്ന് പറഞ്ഞാൽ, MRO എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസും റിപ്പയറും ഓവറോളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഫിക്സഡ് ബേസ് ഓപ്പറേഷൻ, ഏവിയേഷൻ കാർഡ്, ഇത് 3 ഏജൻസികളാണ്, 3ആയിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം കൂടെ ഒന്നാക്കി. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് അങ്ങനെ ബന്ധിപ്പിച്ചതുകൊണ്ട് വൈദഗ്ധ്യം, പ്രവർത്തനയോഗ, റെഗുലേറ്ററി അംഗീകാരം, നിക്ഷേപ ഘടനകൾ എന്നിവ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിന് ഇത് വഴിവെക്കുകയാണ്. ഇതുവഴി ടെൻഡർ പ്രക്രിയ, വിമാനത്താവള ഭൂമിയും അനുബന്ധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നിയന്ത്രിക്കുന്ന വ്യവസ്ഥാതത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയായി. അതുകൊണ്ട് അവിടെയും വലിയ നഷ്ടം സംഭവിച്ചു. കാർഗോ സർവീസ്, GCC രാജ്യങ്ങളിലേക്ക് കാർഗോ സർവീസ് അനുവദിച്ചു. അപ്പോൾ അത് കാർഗോ കയറ്റുമതിക്കാർ, ചരക്ക് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഇത് വലിയ നഷ്ടമായി. ഇത് അനുവദിച്ചു, ടെർമിനൽ അനുവദിച്ചു, പക്ഷേ സർവീസ് അനുവദിച്ചു, പക്ഷേ ഇത് കൃത്യസമയത്ത് ആരംഭിച്ചില്ല. അപ്പോൾ എന്ത് പറ്റി? കാർഗോ കയറ്റുമതിക്കാർക്കും ഫോർവേഡർമാർക്കും വലിയ നഷ്ടം ഉണ്ടാക്കി. ഇത് വലിയ അവിടെ വിശ്വസിച്ച് കൊണ്ടുവന്ന് വെച്ചവർക്കെല്ലാം ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതോടെ ഇത് വിശ്വാസ്യത, അതിന് ഈ എയർപോർട്ടിന്റെ വിശ്വാസ്യത ഇവർക്ക് ഇല്ലാതെ, എന്തിന് വിശ്വാസ്യത ഇവർക്ക് ബാധകമല്ല. ഇവരെ കിട്ടേണ്ട പൈസ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇവരാണ് പണ്ട് സിയാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം കർണാടകയിൽ തുടങ്ങിയ പ്രക്ഷോഭം നടത്തിയവർ. അന്ന് DF നേതാവായിരുന്ന S. ശർമ്മ പറഞ്ഞത്, ഇവിടെ ആദ്യ വിമാനം ഇറങ്ങുമ്പോൾ എന്നെ നെഞ്ചി കൂടെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇതേ ശർമ്മ പിന്നീട് ലാൻഡ് ചെയ്യണം. പിന്നീട് ഇദ്ദേഹം അതിൻ്റെ ഡയറക്ടർ മെമ്പറായി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളുടെ വിവാഹം നടന്നത് അവിടുത്തെ കൺവെൻഷൻ സെൻറ്റർ വെച്ചാണ്. ചുരുക്കത്തിൽ സിയാലിൻ്റെ ആളായി മാറി. ഇവരുടെ ഒരു സ്ഥിരം രീതിയാണിത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ന്യായം പറയുകയും ഭരണകക്ഷി ആകുമ്പം പുതിയ ന്യായം കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അതുപോലെ കാർഗോ സ്ക്രീനിങ്ങിന് പുറത്തു നിന്നുള്ള കമ്പനിക്ക് കരാറുണ്ട്. ഇവിടെ സ്വന്തമായിട്ട് ഇൻഹൗസായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് എയർപോർട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, അത് പുറത്തുള്ള കമ്പനിക്ക് അങ്ങ് കൊടുത്തു. ഇത് എയർപോർട്ടിൽ ഈ കാർഗോ സ്ക്രീനിൽ ചെയ്യുമ്പോൾ ചിലവ് വെറും 60 പൈസയായിരുന്നു. ഈ പുറത്തുള്ള കമ്പനിക്ക് കൊടുത്തപ്പോൾ എന്താണെന്നറിയോ, 1 കിലോഗ്രാമിന് 2 രൂപ 87 പൈസ. നേരത്തെ 1 കിലോഗ്രാമിന് വെറും 60 പൈസ. അവിടെ ഇൻഹൗസ് എല്ലാ സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ഇതേ ആള് തന്നെയാണ് സ്വകാര്യ മേഖല. അല്ല, ഇതിന് പറഞ്ഞൊരു കാരണമുണ്ട്. ഈ 42 സ്ക്രീനർ വേണം ഇത്രയും ഇത് സ്കാൻ ചെയ്ത് വിടണമെങ്കിൽ. അപ്പോൾ അത് നമുക്കില്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കമ്പനിയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, അത് അവർ ചെയ്തോളൂ എന്നും പറഞ്ഞാൽ അവസാനം അവർ കൊണ്ടുവച്ച എത്ര എന്നറിയോ, 10 ഇവിടെ ഉണ്ടായിരുന്നു. അതാണ്. അതുപോലെ CEO, സീനിയർ മാനേജർ കൊമേഴ്സ്യൽ, ഈ ഇതിൻ്റെ നിയമനം എല്ലാം വഴിവിട്ടാണ്. അത് വ്യവസായ രീതി ഇതുവരെ ഒന്നും പരിശോധിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇവർ വന്നതെന്ന് പോലും അവർക്കറിയില്ല. പിന്നെ മറ്റൊന്ന്, ലൈസൺ ഓഫീസർ, ഇതിൻ്റെ ലൈസൺ ഓഫീസർ ഒരേ സമയം കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇരട്ട പദവിയാണ്. ഇവിടെ ലൈസൺ ഓഫീസറുമാണ്, കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാനുമാണ്. ചുരുക്കം പറഞ്ഞാൽ തീവട്ടി കൊള്ളയാണ് ഇവിടെ നടന്നിരുന്നത്. മനസ്സിലല്ലേ, എല്ലാ മേഖലകളും എല്ലാ വകുപ്പുകളിലും നടന്ന തീവട്ടി കൊള്ളയനായിരുന്നു. അതുപോലെ ഈ കിയാലിൻ്റെ ഓഡിറ്റ് CAG നടത്തണമെന്നൊരു നിർദ്ദേശം വന്നു. ഇതിനെതിരെ ഇവർ എവിടെ പോയെന്നറിയോ, ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നാൽ കിറ്റ്കോയ്ക്ക് കൊടുക്കാം ഓഡിറ്റ്. അപ്പോൾ അവിടെയും കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുക്കുന്നു. ആ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഇവർ പറഞ്ഞ പോലെ അവർ ഓഡിറ്റ് ചെയ്ത് കൊടുക്കും എന്നാണ് ഇതിനകത്ത് ആയിരിക്കും. അതല്ലെങ്കിൽ CAG ഏൽപ്പിച്ചാൽ കൃത്യമായ കണക്കായിരിക്കും വരുന്നത്. ഇവിടെ തന്നെ CAG റിപ്പോർട്ടിന് പേരൊന്ന് വിളം വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂരിലെ CPM-കാർ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. എവിടെ ചെന്ന് പറയാനാ, ആരോട് പറയാനാ? ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ആർക്കും വോയിസ് ഇല്ല. അവരാരും പിണറായി വിജയനെ ഭയത്ത് ഒന്നും മിണ്ടുകയില്ല. ഇവർക്കതിൽ ഇന്നോവ വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ
വമ്പൻ കൊള്ളയാണ് പിണറായിയുടെ കാലത്ത് കണ്ണൂർ എയർപോർട്ടിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ വിമാനത്താവളത്തിന്റെ പേര് ഇനി കിയാൽ വേണ്ട, ടിയാൽ എന്നാക്കണം. തായ്ക്കണ്ടി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള പേര് മാറ്റേണ്ടി വരും. കാരണം ഇത് മൊത്തത്തിൽ ഇവർ കൈക്കലാക്കി. പിന്നെ എന്തിന് കണ്ണൂർ എന്നുള്ള പേരിടുന്നത്? അപ്പൊ ഇപ്പൊ പാർട്ടി തിരിച്ചടികൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഇന്നലെ പുത്തലത്ത് ദിനേശ സഖാവ് അടക്കം പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. പുത്തലത്തിന്റെ ചീഫ് സെക്രട്ടറി സ്ഥാനം ഇനി എത്ര ദിവസത്തേക്ക് അവിടെ കാണുന്നത് ദൈവം തമ്പുരാൻ അറിയാം. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പുത്തലത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന അതൊന്നും അല്ല യഥാർത്ഥ കാരണം. ഇത് കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കൾ ഡയറക്റ്റ് നമുക്ക് തന്ന വിവരങ്ങളാണ്. അവരെല്ലാം ഈ മട്ടന്നൂർ അവിടെ ഇവിടെയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ പാർട്ടിക്ക് മാറ്റി വോട്ട് ചെയ്തു, അവർ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഈ പിണറായി വിജയനെ എങ്ങനെയല്ലേ ഇവിടുന്ന് ഇറക്കി അടിച്ച് ഓടിക്കണം ഇയാൾ അവിടെ നിന്ന്. ഇയാൾ ഇറങ്ങാതെ ഇത് ഗുണം പിടിക്കുകയില്ല. പക്ഷേ അതിനു മുമ്പ് ഇയാൾ നടത്തിയ കൊള്ളയും പുറത്തു വരണം. അതിനാണ് TK ഗോവിന്ദൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കർശനമായിട്ട് നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു. അല്ല അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ അവിടെ ഇരുത്തിക്കൊണ്ട് ബാലോപാൽ വരെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ചീത്ത വിളിച്ചില്ലേ? അതാണ് താൻ വായം പൂട്ടി അവിടെ ഇരിക്കാതെ പറയുവാന്ന് പറഞ്ഞില്ലേ? എന്തായാലും കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പിണറായി വിജയന്റെ 10 വർഷത്തെ കാലത്ത് എവിടൊക്കെ അഴിമതി നടത്താവോ, എവിടൊക്കെ കൈയിട്ട് വരാവോ, അവിടെ എല്ലാം കൈയിട്ട് വരലോ അഴിമതി നടന്നിട്ടുണ്ട്. അത് അദ്ദേഹമായിട്ടാണോ അതോ ഇനി ഓരോരുത്തന്മാർ അവന്മാർ സ്വന്തമായിട്ടാണോ, എന്താണെങ്കിലും ഇവിടെ മൊത്തം നടന്നിരിക്കുന്നത് കൈയിട്ട് വരല.